ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ നോക്കുന്നത്. പൊതുവേ മാധ്യമങ്ങളൊന്നും തന്നെ അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല ഈ വാർത്തയിൽ. കാരണം ഇന്ത്യക്കുള്ളിൽ AI സബ്മിറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലെ പ്രതിനിധികളൊക്കെ ഇന്ത്യക്കുള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ബിസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ സൈഡ് ലൈനിൽ വേറൊരു വലിയ സംഭവം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ, അതേപോലെ തന്നെ അമേരിക്കയുടെ സെൻകോമിൻ്റെ അഡ്മിറൽ ജനറൽ പാപ്പിറോ, ഈ രണ്ടുപേരും കൂടി ഇന്ത്യയുടെ വെസ്റ്റേൺ കമാൻഡ് സന്ദർശിച്ചിട്ടുണ്ട്. ഇവർ തിടുക്കിട്ട് പെട്ടെന്ന് ഇപ്പം വെസ്റ്റേൺ കമാൻഡ് സന്ദർശിക്കാനുള്ള കാരണം എന്താണ്? ഈ വെസ്റ്റേൺ കമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന ഇന്ത്യൻ ആർമിയുടെ ഒരു വിങ്ങാണ് വെസ്റ്റേൺ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ കമാൻഡ് ഇവർ പ്രത്യേകിച്ച് സന്ദർശിക്കാനുള്ള കാരണം എന്താണ്? രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അപ്പോൾ അതിൽ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അത് നമ്മളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് തമ്മിൽ നടക്കുന്ന ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഡിഫൻസ് ടൈപ്പ് ഉണ്ടാവാം. ഡിഫൻസ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തിൻ്റെ ആയുധങ്ങൾ വാങ്ങിക്കും, അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ആയുധങ്ങൾ അവർ വാങ്ങിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കോർഡിനേഷൻ, അങ്ങനത്തെ ഒരു ബന്ധം, അതാണ് ഡിഫൻസ് ടൈപ്പ്. ഇനി ഡിഫൻസ് സെക്യൂരിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇന്റലിജൻസ് തലത്തിലുള്ള ഇൻഫർമേഷൻസ് അങ്ങോട്ട് കൈമാറുക, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുകൾ തമ്മിൽ സംസാരിക്കുക, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ്. അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളതാണ് പീപ്പിൾ ടു പീപ്പിൾ. ഇപ്പോൾ ഈ പീപ്പിൾ ടു പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ രാജ്യത്തിൻ്റെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതായത് മറ്റൊരു രാജ്യം ചെയ്യുന്ന പ്രവൃത്തി പൊതുജനങ്ങൾക്ക്, ആ മറ്റേ രാജ്യത്തിൻ്റെ പൊതുജനങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. ഫോർ എക്സാമ്പിൾ ശ്രീലങ്കയിലേക്ക് സൈക്ലോൺ പോലത്തെ സംഗതികളൊക്കെ വരുമ്പോഴത്തേക്കും ഇന്ത്യ അവിടെ ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തുർക്കിയിൽ ഭൂചലനത്തിൻ്റെ സമയത്ത് നമ്മൾ ഓപ്പറേഷൻ ദോസ്ത് നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ടീം അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയായിരുന്നു. ഇതുപോലെ പല രാജ്യങ്ങൾക്കും പല സാഹചര്യത്തിലും നമ്മളുടെ രാജ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ അഫ്ഗാനിസ്ഥാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ്. ഈ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് കൂടുതൽ ബിൽഡ് ചെയ്യുന്നത് പറഞ്ഞാൽ, അതായത് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടാം, ഗവൺമെൻറ് പല സാഹചര്യത്തിലും തകിടം മറിഞ്ഞ് വീഴാം, അതിന് പകരം വേറെ ഗവൺമെൻറ്റുകൾ വരാം. പക്ഷേ അവരവിടെ വന്നാലും ആ രാജ്യത്തിൻ്റെ പൊതുജനങ്ങൾക്ക് ഇന്ത്യ ചെയ്ത സഹായം അവിടെ തന്നെ കിടക്കും. ഇത് വരുന്ന ഭരണാധികാരികൾക്ക് ഇത് കാണാൻ കഴിയും. അവർക്ക് വീണ്ടും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ധാരണയിലെത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താലിബാന് സംഭവിച്ചത് അതാണ്. താലിബാൻ ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണകൂടമല്ല. അഫ്ഗാനിസ്ഥാൻ്റെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് വളരെ ഊഷ്മളമായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് താലിബാനല്ല, അവിടെ ആര് വന്നാലും ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിലേക്ക് ആ രാജ്യം മാറുകയാണ് ചെയ്തത്. കാരണം അല്ലാതെ വേറെ മാർഗമില്ല. കാരണം നമ്മൾ ഏതാണ്ട് 4 ബില്യണോളമാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു 20 ഇയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പൊടിയും തട്ടിപ്പോയി. അപ്പോൾ ആ സമയത്ത് അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റ് നമ്മൾ പണിതാണ്, അഫ്ഗാനിസ്ഥാനിലെ സ്റ്റേഡിയം, അഫ്ഗാനിസ്ഥാൻ്റെ ഡാം, അഫ്ഗാനിസ്ഥാനിലെ സ്കൂൾ, ഇങ്ങനെ പല പരിപാടികൾ. അതിലുപരിയായിട്ട് ടൺ കണക്കിൽ, ബില്യൺ കണക്കിൽ, ടൺ കണക്കിൽ നമ്മൾ ഗോതമ്പ്, വീറ്റ് ഇറക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ലൈഫ് സേവിങ് മെഡിസിൻസ്, ഇതെല്ലാം ഫ്രീ സപ്ലൈ ആണ്, ഫ്രീ സപ്ലൈ. അപ്പോൾ ഇത് അഫ്ഗാനിസ്ഥാൻ്റെ ജനങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഇന്ത്യയുടെ സഹായമാണെന്നുള്ളത് ആ പാക്കറ്റുകളിലെല്ലാം തന്നെ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ ജനങ്ങൾ അറിയണം ഇത് ഇന്ത്യയുടെ ആണെന്നുള്ളത്. അതാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും, ബംഗ്ലാദേശ് ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഏതൊരു രാജ്യവുമായിട്ടും, ശ്രീലങ്ക ആയാലും മാൽഡീവ്സ് ആയാലും, ഇന്ത്യ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇതാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ്. ഇനിയിപ്പോൾ നമ്മൾ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ കൂടുതൽ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണല്ലോ ചെയ്യുന്നത്. ഇനിയാണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പ്, അതായത് ഫണ്ട്, എയ്ഡ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ മാൽഡീവ്സിന് നമ്മൾ 400 ബില്യൻ്റെ ക്രെഡിറ്റ്, അതുപോലത്തെ പരിപാടികൾ. ഇപ്പോൾ അവർക്ക് ഫോറിൻ കറൻസി ഇല്ല, അപ്പോൾ നമ്മളൊരു 50 ബില്യൺ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്സ് ആണ്. അതേപോലെ അവിടുത്തെ പ്രോജക്റ്റുകൾ നമ്മൾ ഫണ്ട് കൊടുത്ത് ഗവൺമെൻറ് നടപ്പിലാക്കും, അവിടുത്തെ ഗവൺമെൻറ്. അത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പിൽ അതൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ പലതരം റിലേഷൻഷിപ്പുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അമേരിക്ക ഇപ്പം മിലിറ്ററി ടൈപ്പുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയുമായിട്ട്. ഇത് ശരിക്കും ഇപ്പോൾ ഈ ഇടപെട്ട കാലത്ത് വെച്ച് നമ്മൾ നോക്കുന്നതിൽ അമേരിക്ക ഇന്ത്യ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഈ മിലിറ്ററി ടൈപ്പ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയുമായിട്ട് ഒരു മിലിറ്ററി ടൈപ്പിലേക്ക് വരുന്നത് പറഞ്ഞാൽ, അതിന് പ്രധാനമായിട്ട് 2 വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ചൈന, 2 ഇപ്പം നിലവിൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അമേരിക്ക. ഈ 2 വിഷയങ്ങളിലൊരു ക്ലാരിറ്റി. ഈ 2 വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക വന്നിരിക്കുന്നത്. അതായത് ഇത്രയും കാലം അമേരിക്ക, പാകിസ്ഥാൻ അണുവായുധമിട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കളയും എന്നുള്ള സാഹചര്യത്തിൽ നിന്നും ഞങ്ങളാണ് ബില്യൺ കണക്കിൽ ജനങ്ങളെ രക്ഷിച്ചത് എന്നുള്ള വാദമോഹങ്ങളുമായിട്ട് നിന്നിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പം ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള സെർജിയോ ഗോറിനെ വെച്ചിട്ട് ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യയുടെ വെസ്റ്റേൺ കമാൻഡ് ഓഫീസ് വിസിറ്റ് ചെയ്യാനും
അതും സെൻകോമിന്റെ തലപ്പത്തുള്ള ആളെ തന്നെ അയച്ചു വെച്ചിരിക്കുന്നത്. സെൻകോം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എവിടെയൊക്കെ യുദ്ധം നടത്തണം ആ യുദ്ധം നടത്തുന്ന പോയിന്റിൽ അറ്റാക്ക് കമാൻഡ് കൊടുക്കുന്ന സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ആണിത്. അതായത് ഇപ്പം ഈ വാർഷിപ്പുകൾ കൊണ്ടിട്ടിട്ടുണ്ട് ഇറാന്റെ കടൽ തീരത്ത്. അവിടെ അബ്രഹാം ലിങ്കനാണ് അതിന്റെ സെൻകോം യൂണിറ്റ്. പിന്നെ വേറൊരു സെൻകോം യൂണിറ്റ് ഉള്ളത് ഖത്തർ അൽ ഉദൈദ് ബേസിലാണ്. പിന്നെ സെൻകോം യൂണിറ്റ് ഉള്ളത് പെന്റഗണിലാണ്, അമേരിക്കയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ സെൻകോമിന്റെ തലപ്പത്ത് നിന്ന് വന്നിരിക്കുന്ന പാപ്പിറോ. അപ്പം പുള്ളിക്കാരൻ എന്തുകൊണ്ട് നമ്മളുടെ വെസ്റ്റേൺ കമാൻഡ് യൂണിറ്റ് സന്ദർശിച്ചു? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ അവിടെ വന്ന ആൾക്കാരുടെ ആ ഒരു കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് നോക്കാം. അഡ്മിറൽ സാമുവൽ ജെ പാപ്പറോ ആണ് പുള്ളിക്കാരന്റെ പേര്. അപ്പൊ ഈ അഡ്മിറൽ സാമുവൽ ജെ പാപ്പറോ വന്ന് മീറ്റ് ചെയ്തത് നമ്മുടെ വെസ്റ്റേൺ കമാൻഡ് യൂണിറ്റിന്റെ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കത്തിയ, ചീഫ് ഓഫ് ദ വെസ്റ്റേൺ കമാൻഡ്. മനോജ് കുമാറിനെയാണ് കണ്ടത്. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് വെസ്റ്റേൺ കമാൻഡിനെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2-3 വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ ആവശ്യം സെക്യൂരിറ്റി സിറ്റുവേഷൻ എലോങ് ഇന്ത്യസ് വെസ്റ്റേൺ ബോർഡറിൽ എങ്ങനെയാണ് സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഈ LACയിൽ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ സെക്യൂരിറ്റി കമാൻഡ് ചെയ്യുന്നത് ഈ വെസ്റ്റേൺ കമാൻഡ് യൂണിറ്റ് ആണ്. സ്ട്രാറ്റജിക് മിലിറ്ററി കോപ്പറേഷൻ ഇത് ഉദ്ദേശിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇൻഡോ പസഫിക് റീജിയണൽ സ്റ്റെബിലിറ്റി, ഇൻഡോ പസഫിക്കിന്റെ കമാൻഡ് യൂണിറ്റിലെ ചീഫും കൂടി ഉണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ. അമേരിക്കയുടെ ഇൻഡോ പസഫിക് എന്ന് പറഞ്ഞത് അമേരിക്കയുടെ സെപ്പറേറ്റ് കമാൻഡ് യൂണിറ്റ് ആണ്, ഒരു പ്രത്യേക വിങ് തന്നെയുണ്ട്. അതിന്റെ ചീഫും കൂടി ഉണ്ടായിരുന്നു ഈ വിസിറ്റിൽ. അപ്പോൾ ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണെന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള വാർത്താ മാധ്യമങ്ങൾ ഇതിനെ എടുത്ത് പറയില്ല. കാരണം ഇതിന് ഇത്രമാത്രം ഡീപ്പായിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് പഠിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ദ US ഡെലിഗേഷൻ റിസീവ് ബ്രീഫിംഗ്, അതായത് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും വെസ്റ്റേൺ കമാൻഡ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ബ്രീഫിംഗ് റിസീവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ വിഷയങ്ങളിലാണ്? വെസ്റ്റേൺ കമാൻഡിന്റെ ഓപ്പറേഷണൽ റെഡിനെസ്, എങ്ങനെയാണ് നമ്മളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുന്നത്, ഏത് മൊമെന്റിലും നമ്മൾ അലേർട്ടായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ബ്രീഫിംഗ്. 2, ഓപ്പറേഷൻ സിന്ദൂറിൽ യുദ്ധം ഞാൻ നിർത്തി എന്ന് അമേരിക്ക കുറെ കാലം കൊണ്ട് ട്രംപ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ട്രംപിന് യുദ്ധവുമായിട്ട് ബന്ധമില്ല, ട്രംപ് നേരിട്ട് യുദ്ധം ചെയ്യുന്ന ആളല്ലല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ടാക്ടിക്സും ഈ വാർഫെയർ ടെക്നോളജിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് സെൻകോമിന്റെ ആൾക്കാർക്കാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യ എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ചെയ്തത് എന്നുള്ളത്. അത് എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതെന്തായിരുന്നു അവർക്ക് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് പറഞ്ഞു പോകുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യക്കുള്ളിലുള്ള നാഷണൽ സെക്യൂരിറ്റി വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യൻ ആർമിയുടെ റോൾ എന്നുള്ളതിനെ കുറിച്ചും അവർക്ക് ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സെർജിയോ ഗോർ ഇന്ത്യയെ വളരെയധികം പ്രശംസിച്ച് സംസാരിച്ചു. ഇത് ഇന്ത്യ അമേരിക്ക ഡിഫൻസ് കോപ്പറേഷൻ എലോങ് വിത്ത് മിലിറ്ററി ടൈപ്പ് വേണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. അതിലുപരിയായിട്ട് ഇൻഡോ പസഫിക്കിൽ ഒരു സേഫ് ടൈപ്പ്, അതിലൂടെ ഇൻഡോ പസഫിക്കിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ കോമൺ ആയിട്ട് ഒരേ ഒരു വിഷയമാണ് അവർ ഇതിനകത്ത് മെയിൻ ആയിട്ട് പിൻ പോയിന്റ് ചെയ്യുന്നത്. അത് ഒരു കോമൺ എനിമി ചൈനയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലൂടെ ചൈനയെ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇപ്പം ഇതിനകത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അവർക്ക് എന്താണ് അറിയേണ്ടിയിരുന്നത് എന്നുള്ളതിനെ മാത്രം നമുക്ക് ബ്രീഫ് ചെയ്യാം. മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കുറേ സമയമെടുക്കും. ഞാൻ ഇതിനകത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട കാര്യപ്രസക്തമായ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഡിഫൻസ് സയൻസ് കൊളാബറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് താല്പര്യമുണ്ട്. ജോയിന്റ് ഇന്നോവേഷൻ ഇൻ ക്രിട്ടിക്കൽ ഏരിയ, അതും അവരെടുത്ത് പറയുന്നുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫറിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ടെക്നോളജി മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, അതുപോലെ ഹൈപ്പർസോണിക് സിസ്റ്റം. ഇന്ത്യ വളരെ സൈലന്റ് ആയിട്ട് തന്നെ ഹൈപ്പർസോണിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ വലിയ രീതിയിൽ അതിനെ അങ്ങനെ പറഞ്ഞു കാണിക്കാറില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഹൈപ്പർസോണിക് മിസൈലുകളിൽ ഇന്ത്യ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. എത്ര പേർക്ക് അറിയാവുന്ന അറിയത്തില്ല, ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിൽ 2 രഹസ്യ കരാറുകളുണ്ട്. ആ രഹസ്യ കരാറുകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ലെമോവ എന്ന് വിളിക്കും, LEMOA. ഇതൊരു എഗ്രിമെന്റ് ആണ്. അതായത് ഈ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇതൊരു ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മോറണ്ടമാണ്. ഇത് 2016 നമ്മൾ അമേരിക്കയുമായിട്ട് സൈൻ ചെയ്തത്. അപ്പോൾ ഇതിലൂടെ അമേരിക്കയ്ക്കും ഇന്ത്യക്കും തമ്മിൽ രഹസ്യമായിട്ട് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനും, അതേപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ജോയിന്റ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ മിലിറ്ററി എക്സസൈസുകൾ നടത്തുന്നുവെങ്കിൽ നമ്മൾ ഈ ലിമോവ എഗ്രിമെന്റ് അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. ഇതാണ് അതിന്റെ SOP. നമ്മൾ കഴിഞ്ഞ ഡിസംബർ ജനുവരിയിൽ അലാസ്കയിൽ ഇന്ത്യയും അമേരിക്കയും ജോയിന്റ് ആയിട്ട് അവിടെ ഒരു മിലിറ്ററി പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ എഗ്രിമെന്റുകളൊക്കെ നടക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ ലോജിസ്റ്റിക് മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കരാർ. ഇതുകൂടാതെ വേറൊരു എഗ്രിമെന്റ് ഉണ്ട്.
പിന്നെ ഒരു എഗ്രിമെന്റ് ആണ് കോംകാസ. ഈ കോംകാസ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ആണ്. അതായത് ഏത് മൊമെന്റിലും നമുക്ക് ഈ ഫോൺ എടുത്ത് അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇത് പ്രൈം മിനിസ്റ്റർക്കുള്ളതല്ല കേട്ടോ, ഇത് ഡിഫൻസ് മേഖലയ്ക്ക് മാത്രമുള്ളതാണ്. ഡിഫൻസ് കോപ്പറേഷൻ അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇൻഡോ പസഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്വാഡ് സബ്മിറ്റിൽ നമ്മൾ അംഗത്വം നേടിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള എഗ്രിമെന്റുകളൊക്കെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ നോക്കിക്കാണണം. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ പറഞ്ഞത് ക്വാഡ് അങ്ങനെ നിർത്തിവെച്ചിട്ടില്ല, ജസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. മീറ്റിങ്ങുകൾ ഈ വർഷം തന്നെ പുനരാരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ഈ ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഒരു തരത്തിലും താല്പര്യത്തോടു കൂടി മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ചൈനയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വാഡ് അമേരിക്കയ്ക്ക് അനിവാര്യമാണ്, ഇന്ത്യക്ക് അനിവാര്യമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അമേരിക്ക അതിന് മുൻകൈ എടുക്കണം, അല്ലാതെ ഇന്ത്യ ഒരിക്കലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ മനസ്സിലായില്ലേ, ലെമോവ, കോംകാസ ഈ 2 എഗ്രിമെന്റുകളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എഗ്രിമെന്റുകളാണ്. ഒന്ന് ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ്, മറ്റൊന്ന് സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും നമുക്കും അമേരിക്കയ്ക്കും തമ്മിലുണ്ട്. അപ്പോൾ വളരെ റാപ്പിഡായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു മിലിറ്ററി ടൈപ്പിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാന് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് അമേരിക്കയ്ക്ക് 68 പ്രാവശ്യം വിളിച്ചു എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. 68 പ്രാവശ്യം അമേരിക്കയിൽ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിക്കണം, കാരണം ഞങ്ങളുടെ സെൻട്രൽ കമാൻഡ് മൊത്തത്തിൽ അവർ തകർത്ത് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഇനി ഇന്ത്യ തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് യുദ്ധം നടത്തുന്നുവെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടും, ഞങ്ങളുടെ കയ്യിൽ അറ്റ കൈക്ക് അണുബോംബ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് പ്രയോഗിക്കേണ്ടി വരും എന്നുള്ള നിലയിലൊക്കെ ഇവർ അമേരിക്കയെ ഭീഷണിപ്പെടുത്തി എന്നാണ് കേൾക്കുന്നത്. 68 പ്രാവശ്യം. എന്നിട്ട് സൗദി അറേബ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഇവർ കാല് പിടിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ അമേരിക്കയുടെ ചൊൽപ്പടിക്കോ സൗദി അറേബ്യയുടെ ചൊൽപ്പടിക്കോ കേട്ടിട്ടല്ല ഈ യുദ്ധം അവസാനിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടല്ല യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പറയാനുള്ള കാരണം, ഇന്ത്യയുടെ കയ്യിൽ എസ്കലേഷൻ പവർ ഉണ്ടായിരുന്നു. എന്താണ് എസ്കലേഷൻ പവർ? അതായത് ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ അമേരിക്ക നോക്കൂ, അമേരിക്ക പല സ്ഥലങ്ങളിലും യുദ്ധം തുടങ്ങും, പക്ഷേ അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അമേരിക്കയ്ക്ക് അറിയില്ല. അമേരിക്ക തുടങ്ങുന്ന യുദ്ധങ്ങളൊക്കെ എസ്കലേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് അവരുടെ ഒരു പ്രശ്നം. പക്ഷേ ഇന്ത്യ ഈ എസ്കലേഷൻ പവർ ഇന്ത്യയുടെ കയ്യിൽ നിലനിർത്തിയിരുന്നു എന്നാണ് അമേരിക്കയുടെ സെൻകോമിന്റെ ലീഡറായിട്ടുള്ള സാമുവൽ പേപ്പർ പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഇന്ത്യ വളരെ ശക്തമായിട്ട് എസ്കലേഷൻ പവർ കയ്യിൽ വെച്ചിരുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യക്ക് ആവശ്യമാണെങ്കിൽ യുദ്ധം തുടരാം, ഇന്ത്യക്ക് വേണ്ടെങ്കിൽ നിർത്താം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും യുവമാരുടെയൊക്കെ റോൾ വരുന്നത്? ഒരു റോളും ഇല്ല. ട്രംപിനൊക്കെ ഒരു റോളും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത്. അത് ഇന്ന് സെൻകോമിന്റെ ലീഡർ തന്നെയാണ് വിളിച്ചു പറയുന്നത്. അത് ഇന്ത്യയിൽ വന്ന് തന്നെയാണ് വിളിച്ചു പറയുന്നത്. അത് നമ്മളുടെ ഏത് കമാൻഡാണോ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്, ആ കമാൻഡിന്റെ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ട് തന്നെയാണ് അയാൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് തെളിവാണ് വേണ്ടത്? ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഇവിടെ കുറെ ആൾക്കാർ നെഗറ്റീവായിട്ട് സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ വാർത്ത മുക്കും, ഇതൊന്നും ചെയ്യത്തില്ല. ഇത് പർപ്പസ്ഫുള്ളി ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഈ വാർത്ത മസ്റ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എങ്ങനെ ഇന്ത്യ ഈ എസ്കലേഷൻ കപ്പാസിറ്റി, ഈ എസ്കലേഷൻ പവർ ഇത് ഹോൾഡ് ചെയ്തത്, ഇത് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അതായത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഇവർക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ആ ഒരു ടെക്നിക്ക് വേണം, അതിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ അതിനെ സാധിച്ചെടുത്തത്? ഈ അവാക്സ്, അതേപോലെ ഈ റഡാർ സിസ്റ്റം, ഈ GPS ജാമറൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? ഇന്ത്യ നടത്തിയ മാതൃകയിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇറാനെ പൂട്ടണം എന്നുണ്ടെങ്കിൽ ഇറാന്റെ മിസൈൽ സിസ്റ്റം എല്ലാം തകർക്കണം. കാരണം ഇറാന്റെ ഉള്ളിൽ കംപ്ലീറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം സപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചൈനയാണ്. അപ്പം പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ചൈനീസ് ഡിപ്ലോയ്മെന്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ആയുധങ്ങളെ അടിച്ച് തച്ചുടച്ച് നിർവീര്യമാക്കി കൈ കൊടുത്തത് ഇന്ത്യയാണ്. അവരുടെ HQ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ PL-15 എന്ന് പറഞ്ഞ മിസൈലൊക്കെ നമ്മൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ചൈനീസ് പാഠസാധനങ്ങളെ അടിച്ചൊതുക്കിയത് ഇന്ത്യയാണ്. അതായത് ഏതൊരു മിലിറ്ററി എക്സിബിഷനിലും കൊണ്ട് പ്രദർശിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു രാജ്യത്തിന് സപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു വെപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടാവാം. ചിലപ്പോൾ അത് അതിനേക്കാളും വീക്ക് ആയിരിക്കാം, ചിലപ്പോൾ അത് അതിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സാധനമാവാം. ചിലപ്പം പല രാജ്യങ്ങളുടെയും താല്പര്യത്തിനൊത്ത് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അവർ മോഡിഫൈ ചെയ്ത് പണിത് കൊടുത്തതും ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെ എങ്ങനെയാണ് നിർവീര്യമാക്കിയത് ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനും കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. അതിലൂടെ അവർക്ക് ഈ വാർ എസ്കലേഷൻ കൺട്രോൾ അവരുടെ കയ്യിൽ വേണം. അത് ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനോടൊപ്പം 4 ദിവസത്തിൽ വാർ എസ്കലേഷൻ കൺട്രോൾ സ്വന്തമാക്കിയിരുന്നത്,
അത് പ്രത്യേകിച്ച് ആദ്യ 2 ദിവസം ഇന്ത്യ കൂടുതലായിട്ട് പെർഫോം ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ 2 ദിവസം 48 അവേഴ്സിലാണ് ഇന്ത്യ ഈ ഒരു എസ്കലേഷൻ പവർ കയ്യിൽ വെച്ചിരുന്നത്. ആ എസ്കലേഷൻ പവർ നിങ്ങൾ എങ്ങനെ കയ്യിൽ വെച്ചു എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാനാണ് വന്നിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് പ്രധാനമായിട്ടും ചൈനീസ് ആയുധങ്ങളാണ് നമ്മൾ തച്ച് തകർത്തത്. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. അവിടെ ഇറാന്റെ ഉള്ളിലുള്ളതും ചൈനീസ് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിന് ഇന്ത്യ ഉപയോഗിച്ച യുക്തി എന്താണ്? ആ വാർ ടാക്ടിക്സ് നമുക്ക് മനസ്സിലാക്കണം. ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച ആ വാർ ടാക്ടിക്സ്, ആ എസ്കലേഷൻ പവർ, അത് നേടിക്കൊണ്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സെൻകോമിന്റെ അഡ്മിറൽ ജനറൽ ഇന്ത്യക്ക് സന്ദർശനം നടത്തി. അത് പ്രത്യേകിച്ച് വെസ്റ്റേൺ കമാൻഡിന്റെ ചീഫിനെ തന്നെ മീറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാർത്ത ഇന്ത്യക്കാരായിട്ടുള്ള ഓരോരുത്തർക്കും, ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും അഭിമാനപൂർവ്വം കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ്. കാരണം എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇറ്റ് മീൻസ് അമേരിക്ക ഇന്ത്യയെ അപ്രോച്ച് ചെയ്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠനവിധേയമാക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ കുറെ സംസാരിക്കണമെങ്കിൽ നമുക്ക് കുറെ സംസാരിക്കേണ്ടി വരും. പക്ഷേ എന്തായാലും ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഞാൻ കാര്യപ്രസക്തമായിട്ടുള്ള വിഷയം എന്താണെന്നുള്ളത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.